Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് പ്രോബ്ലംസ് ഓൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓൾറെഡി നമ്മൾ പ്രോബ്ലംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറിവേഷൻ കഴിഞ്ഞതാണ്. ആൾജിബ്രിക് മെത്തേഡ്, കാൽക്കുലസ് മെത്തേഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് 4 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്താണ്. മോസ്റ്റ്ലി നമുക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. വി ഇക്വൽ യു മൈനസ് ജി ടി, എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2gs ആൻഡ് ഫോർത്ത് വൺ എസ് എൻ ഇസിക്കൽ യു മൈനസ് ജി എൻ മൈനസ് ഹാഫ്. അപ്പോൾ ഈ 4 ഇക്വേഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ മോസ്റ്റ്ലി വരുന്നത് ഫസ്റ്റ് 3 ഇക്വേഷൻസിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം കണ്ടിരിക്കുന്നത് എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഫോർത്ത് ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്താണ്. അപ്പോൾ മോസ്റ്റ്ലി ഫസ്റ്റ് 3 ഇക്വേഷൻസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗീവൺ ഡാറ്റ ആദ്യം എടുത്തെഴുതുക, എന്താണോ കാണേണ്ടത്. അപ്പോൾ ആ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടി ക്ലബ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാരണം മോസ്റ്റ്ലി 3 ഇക്വേഷൻസേ നമുക്കുള്ളൂ. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഈ 3 ഇക്വേഷൻ്റെ ഉള്ളിൽ ഒതുങ്ങും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് റിട്ടേൺ വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് എറിയാണ്. മുകളിലേക്ക് എറിയുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആവും. തിരിച്ച് അതേ ലൈനിൽ തിരിച്ചു വരുമ്പോൾ ഏത് ഹൈറ്റിലാണോ എറിഞ്ഞത് അതേ ഹൈറ്റിൽ തിരിച്ചെത്തുമ്പോൾ ഏത് വെലോസിറ്റിയിലാണോ എറിഞ്ഞത് അതേ വെലോസിറ്റിയാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയാൻ കാരണം, മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി വെക്ടറാണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. തിരിച്ചു വരുമ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ആണ് അത് ഇനീഷ്യൽ വെലോസിറ്റി എങ്കിൽ +10 ആണ് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ ഷുഡ് ബി -10 ആവും. അതുകൊണ്ടാണ് സെയിം മാഗ്നിറ്റ്യൂഡ് എടുത്ത് പറയാൻ കാരണം. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലെറ്റ് the body is projected with an initial velocity u. As the body returns to the place of projection, അതായത് യു എന്ന വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ എറിയാണ്. നമുക്കിതൊക്കെ അറിയാം, 1 ഡയമെൻഷനിലാണ്. അപ്പോൾ അലോങ് സ്ട്രെയിറ്റ് ലൈനാണ് എറിയുന്നത്. ഒരു ഒബ്ജക്ട് മുകളിലേക്ക് എറിയാണ്, ഒരു ആപ്പിൾ മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു പോകും, തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പോൾ ഏത് വെലോസിറ്റിയിലാണോ എറിഞ്ഞത് അതേ വെലോസിറ്റിയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഏത് പൊസിഷനിലാണോ പോയത് അതേ പൊസിഷനിൽ തിരിച്ചു വന്നുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2gs. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കാണേണ്ടത് വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞപ്പോൾ മുകളിലോട്ട് പോയി തിരിച്ച് ഒബ്ജക്റ്റ് എവിടെ നിന്നാണോ എറിഞ്ഞ് അവിടെ തന്നെ തിരിച്ചെത്തി കഴിഞ്ഞു. അതിനർത്ഥം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ആണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന്. അപ്പോൾ ആ ഇക്വേഷനിൽ s ഇസിക്കൽ ടു 0 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടി വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ. Therefore, v equal to plus or minus u, showing that the final velocity is numerically equal to the initial velocity. കാരണം റൂട്ട് ആകുമ്പോൾ നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് വരാം. ഫോർ എക്സാമ്പിൾ √4 ആണെങ്കിൽ +2 അതിന് ആൻസർ ആണ്, -2 ആൻസർ ആണ്. അപ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് എന്ന കൺസെപ്റ്റ് വരാൻ കാരണം മുകളിലേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആണ്, താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു +40 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവും. തിരിച്ചു വരുന്ന ഒരു വെലോസിറ്റി കൂടി വരും. ഏത് ഹൈറ്റിലാണോ ആ ഒബ്ജക്റ്റ് എറിഞ്ഞത്, ഒബ്ജക്റ്റ് എറിയുമ്പോൾ +40 ആണെങ്കിൽ തിരിച്ച് അതേ ഹൈറ്റിൽ എത്തുമ്പോൾ ആ ഒബ്ജക്ട് വെലോസിറ്റി എന്ന് പറയുന്നത് -40 ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഒരു കൺസെപ്റ്റ് കൂടി ഇത് കിട്ടുകയാണ് നമുക്ക്. എന്താണ്, ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ ഹൈറ്റ് എത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ചില പ്രോബ്ലങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ. So we go to second question. A ball is thrown vertically upwards from a top of a tower with a velocity v. Another ball is thrown vertically downwards with the same velocity v. Which ball will hit the ground with greater velocity? അതായത് ഒരു ബോൾ എറിയാണ് വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ടവറിന്റെ മേലെ നിന്ന് ഒരു ബോൾ നമുക്ക് മേലേക്ക് എറിയാണ്. അപ്പോൾ ഒരു ടവറാണ്, ടവറിന്റെ മുകളിൽ നിന്ന് ഒരു മുകളിലേക്ക് ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു, താഴേക്കും എറിയാണ്. അപ്പോൾ രണ്ടും താഴെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടിൽ ഏത് ഒബ്ജക്റ്റ് ആണ് വെലോസിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടും എറിയാണ്, ത്രോൺ ആണ്, ഡ്രോപ്പിംഗ് അല്ല. അതായത് ഒരു ടവറിന്റെ മേലിൽ നിന്ന് ഒരു ആപ്പിളിനെ മുകളിലേക്ക് എറിഞ്ഞു ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, അതേപോലെ അതേ വെലോസിറ്റിയിൽ അതേ ഒരു ആപ്പിളിനെ താഴേക്ക് എറിയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഏത് ആപ്പിളിനാണ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനായിരിക്കും വെലോസിറ്റി കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ.
വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2gs എന്ന ഇക്വേഷൻ ഇവിടെയും ചൂസ് ചെയ്യാൻ കാരണം നമുക്കറിയാം നമുക്ക് വെലോസിറ്റി ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് മുകളിൽ പോയി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2gs എന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം ഇതല്ലാതെ നമുക്ക് ടൈമാണ്, അവിടെ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഈ ഹൈറ്റ് അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റിയും ചോദിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈറ്റ് വെർട്ടിക്കലി അപ്വേർഡ്സ് ടോപ്പ് ഓഫ് എ ടവർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹൈറ്റ് ആണ് ശരിക്കും മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് വെലോസിറ്റി വി, അപ്പോൾ ഹൈറ്റ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി, അതുകൊണ്ടാണ് വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2gs എന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം. ഫോർ ഫസ്റ്റ് ബോൾ വി സ്ക്വയർ ഇസിക്കൽ ടു വി സ്ക്വയർ മൈനസ് 2g ഇൻറ്റു മൈനസ് എച്ച്. ശ്രദ്ധിക്കണം, ഫസ്റ്റ് ബോളിന്റെ കേസിൽ ഫസ്റ്റ് ബോൾ പോകുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ് പറഞ്ഞത്. കാരണം വി എന്ന വെലോസിറ്റി എറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് യുവിന് വി കൊടുക്കാൻ കാരണം. അപ്പോൾ വി എന്ന വെലോസിറ്റിയിൽ എറിഞ്ഞു. ഇനി ഇത് മൈനസ് എച്ച് എന്ന് കൊടുക്കാൻ കാരണം ഫസ്റ്റ് ബോളിന്റെ കേസിൽ അത് ഈ ടോപ്പ് ഓഫ് ദ ഹൈറ്റ്, ഫോർ എക്സാമ്പിൾ ഇത് എച്ച് ആണ് ഹൈറ്റെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി മുകളിൽ പോയി, അപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ദൂരം സഞ്ചരിച്ചു, പിന്നെ അത്രയും ദൂരം തിരിച്ചു വന്നു, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. പിന്നെ ഇവിടെ നിന്ന് താഴേക്കാണ് വരുന്നത്, അതുകൊണ്ട് താഴേക്ക് വരുന്നതുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ മൈനസ് എച്ച് എടുക്കാൻ കാരണം താഴേക്ക് ആയതുകൊണ്ടാണ് മൈനസ് എച്ച് എടുത്തത്. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ആണ്, മുകളിലേക്കാകുമ്പോൾ പ്ലസ്, താഴേക്കാകുമ്പോൾ മൈനസ്. ഇതാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ചില സ്കൂൾസിൽ ഇതിങ്ങനെ എടുക്കില്ല, അവരെടുക്കുന്നത് യു സ്ക്വയർ പ്ലസ് 2gs അല്ലെങ്കിൽ യു സ്ക്വയർ മൈനസ് 2gs എന്ന കൺസെപ്റ്റ് എടുക്കും, മുകളിലേക്കും പ്ലസ് താഴേക്കും. നമ്മൾ അങ്ങനെ എടുക്കുന്നത് ജിക്ക് ഈസ് ഓൾവേസ് നെഗറ്റീവ്, നമ്മൾ മാറ്റുന്ന വിയും യു ഒക്കെ നമ്മൾ മാറ്റുക. കാരണം മുകളിലേക്കാകുമ്പോൾ പോസിറ്റീവ്, താഴേക്കാകുമ്പോൾ നെഗറ്റീവ് എന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എസ് നെഗറ്റീവ് വെച്ചാവാൻ കാരണം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഇവിടെ നിന്നാണ് ബോൾ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആപ്പിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മുകളിൽ പോയി തിരിച്ച് ഇത്ര ദൂരം വന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ക്യാൻസൽ ആയി. പിന്നെ നോക്കേണ്ടത് ഈ താഴേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എങ്ങോട്ട് ആപ്പിൾ വരുന്നത്? താഴേക്കാണ് വരുന്നത്. അപ്പോൾ താഴേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ മൈനസ് എച്ച് കൊടുക്കാൻ കാരണം, സോ ദിസ് ഹൈറ്റ് ഈസ് നോൺ ആസ് എച്ച് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് മൈനസ് എച്ച് ഫോർ ഫസ്റ്റ് ബോൾ. For second ball, v dash square is equal to minus v square minus 2g into minus h. അപ്പോൾ സെക്കൻഡ് ആപ്പിളിനും മൈനസ് എച്ചും മൈനസ് വി കരാൻ കാരണം ഫസ്റ്റ് ആപ്പിൾ നമ്മൾ മുകളിലേക്കാണ് എറിഞ്ഞത്, സെക്കൻഡ് ആപ്പിൾ താഴേക്കാണ് എറിയുന്നത്. അപ്പോൾ താഴേക്കായതുകൊണ്ട് ഇവിടെ മൈനസ് വി വന്നു. ദെൻ ഹൈറ്റ് മൈനസ് ആവാൻ കാരണം ഈ ആപ്പിളിനും ഹൈറ്റ് വരുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ശരിക്കും ഹൈറ്റ് നമ്മൾ എടുക്കുക, താഴ്ന്ന് മുകളിലേക്ക് ഹൈറ്റ് എടുക്കുക, പക്ഷേ ഈ ഹൈറ്റ് എടുത്തിരിക്കുന്നത് മൈനസ് ആവാൻ കാരണം രണ്ട് കേസിലും ആപ്പിൾ താഴേക്കാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എടുക്കാൻ കാരണം. ഇനി ഫസ്റ്റ് ഇതിൽ വി പോസിറ്റീവ് ആവാൻ കാരണം ഫസ്റ്റ് ആപ്പിൾ മുകളിലേക്കാണ് എറിഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ആപ്പിളിന്റെ കേസിൽ മൈനസ് വരാൻ കാരണം സെക്കൻഡ് ആപ്പിൾ താഴേക്കാണ് എറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഡാഷ് സ്ക്വയർ ഓർ വി ഈക്വൽ ടു വി ഡാഷ്. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ വി സ്ക്വയർ ആകുമ്പോൾ ഈ വി സ്ക്വയർ ഈക്വൽ ആവും. സോ ഈ മൈനസ് 2gs മൈനസ് 2gs ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിക്കാൻ നമുക്കറിയാം. ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലായി നമുക്ക്. രണ്ടിൻ്റെ ഇക്വേഷൻസ് എന്താണ്? വി സ്ക്വയർ എന്ന് പറയുന്നത് വി സ്ക്വയർ തന്നെയാണ്. സോ സിൻസ് ബോത്ത് വെലോസിറ്റീസ് ആർ സെയിം, both the balls will hit the ground with same velocity. കാരണം ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഇവിടെ ഒരു 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ആപ്പിൾ എറിയുന്നത് വിചാരിക്കാം. 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പോയി ഇവിടെ എത്തുമ്പോൾ വീണ്ടും 20 ആണ്. ക്ലിയർ? അപ്പോൾ ഏത് വെലോസിറ്റിയിലാണ് എറിഞ്ഞത് തിരിച്ചു ഇതേ ഹൈറ്റിൽ അതേ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആപ്പിൾ 20 താഴേക്ക് എറിയുന്നത്, അപ്പോൾ ഇവിടുത്തെ രണ്ട് ആപ്പിൾ ഒരേ വെലോസിറ്റിയാണ് ശരിക്കും ഇവിടെ ഈ ഹൈറ്റിൽ നിന്ന് താഴേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞാലും താഴേക്ക് എറിഞ്ഞാലും ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആയതുകൊണ്ട് അതിൻ്റെ ഫൈനൽ വെലോസിറ്റീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നെക്സ്റ്റ് ഗോസ് ടു തേർഡ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ഇഫ് എ ബോഡി ഈസ് ടേൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ടൈം ഓഫ് ascent is equal to time of descent. അപ്പോൾ ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയാണ്. മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ടോപ്പിലെത്താൻ എടുക്കുന്ന സമയം തന്നെ ആയിരിക്കും ടോപ്പ് നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്താൻ. സോ ബോത്ത് ദ ടൈംസ് ആർ ഈക്വൽ. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ഹൈറ്റിലെത്താനുള്ള സമയം തന്നെയാണ് ഹൈറ്റിൽ നിന്ന് താഴേക്ക് എത്താൻ. ഫോർ എക്സാമ്പിൾ മുകളിലേക്ക് എത്താനുള്ള ടൈം T1 ആണ്, താഴേക്ക് എത്താനുള്ള ടൈം T2 ആണെങ്കിൽ ബോത്ത് ടൈംസ് ആർ ഈക്വൽ എന്നാണ് തെളിയിക്കേണ്ടത്. ശ്രദ്ധിക്കണം, എയർ റെസിസ്റ്റൻസ് എടുക്കാത്ത സമയത്താണ്. എയർ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നേരെ മാറിപ്പോവും. ഫസ്റ്റ് വൺ, രണ്ട് ആപ്പിൾസ് ആണ്, അതായത് ഒന്ന് മുകളിലേക്ക് പോകണം, താഴേക്ക് വരികയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ എത്താനുള്ള സമയം, താഴ്ന്ന് മുകളിൽ എത്താനുള്ള സമയം എന്താണ്? ബോത്ത് ആർ ഈക്വൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു ആപ്പിൾ നമ്മൾ താഴെ ഗ്രൗണ്ടിൽ നിന്ന് എറിയാണ്, ഗ്രൗണ്ടിൽ നിന്ന് എറിയുമ്പോൾ ആപ്പിൾ ഏറ്റവും ടോപ്പിലെത്തി. ഇപ്പോൾ ഒരു 2 സെക്കൻഡ് കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് 2 സെക്കൻഡ് കൊണ്ട് ഗ്രൗണ്ടിൽ തിരിച്ച് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കാം. അപ്വേർഡ് മോഷൻ. അപ്പോൾ നമുക്ക് ആദ്യം അപ്വേർഡ് മോഷൻ ഡിസ്കസ് ചെയ്യാം. വി ഈക്വൽ ടു യു മൈനസ് GT1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വി ഈക്വൽ ടു യു മൈനസ് GT1 ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം
നമുക്ക് തെളിയിക്കേണ്ടത് ടൈമാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം എറിയുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആവും. അപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് എറിയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, പക്ഷേ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ അതിന് വെലോസിറ്റി 0 ആവും. അപ്പോൾ വിക്ക് നമുക്ക് 0 കൊടുക്കാൻ പറ്റും. അപ്പോൾ വിയും ടിയും കൂടി, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്വേർഡ് മോഷനിൽ നമ്മൾ വി ഈക്വൽ യു മൈനസ് ജി ടി വൺ എന്ന ഇക്വേഷൻ ചൂസ് ചെയ്യാൻ കാരണം അപ്വേർഡ് മോഷൻ ആവുമ്പോൾ നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ടേം നമുക്ക് പോകും. അപ്പോൾ നമുക്കറിയാം വി ഈക്വൽ ടു 0 യു മൈനസ് ജി ടി വൺ, സോ യു ഇസ് ഈക്വൽ ടു ജി ടി വൺ, സോ ടി വൺ ഇസ് ഈക്വൽ ടു യു മൈനസ് ടി. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാവുകയാണ്. പക്ഷേ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്, an object is thrown vertically up with 20 meter per second, find the time to reach the maximum height എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. വേറെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ടി വൺ ഈക്വൽ യു ബൈ ജി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഏത് വെർട്ടിക്കൽ വെലോസിറ്റിയിലാണ് എറിഞ്ഞത് ഡിവൈഡ് ബൈ ഗ്രാവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടി. അപ്പോൾ ടി വൺ യു ബൈ ജി കിട്ടി. നമ്മുടെ അപ്പോൾ അപ്വേർഡ് മോഷൻ കിട്ടിക്കഴിഞ്ഞു. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ യു ബൈ ജി ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായി? നമുക്ക് താഴേക്ക് കാണാം. താഴേക്ക് കാണുന്നതിന് പകരം നമ്മൾ കംപ്ലീറ്റ് ജേർണി എടുക്കാം. അതായത് ഗ്രൗണ്ടിൽ തുടങ്ങി മുകളിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കേസ് ശ്രദ്ധിക്കുക. ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏറ്റവും ടോപ്പിലെത്തി, തിരിച്ച് ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്നു. നമുക്ക് ആവശ്യം ടൈമും. അപ്പോൾ എസും ടി ആ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. എസ് ഇസ് ഇക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ശ്രദ്ധിക്കുക, അപ്പോഴും നമ്മൾ വി ഈക്വൽ യു മൈനസ് ജി ടി വൺ ഉപയോഗിക്കാൻ കാരണം അപ്വേർഡ് മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്ട് മുകളിലേക്ക് എറിയുമ്പോൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ടേം ഒഴിവാക്കി കളയാം. അതുകൊണ്ട് ഈ വി ഈക്വൽ യു മൈനസ് ജി ടി വൺ എടുക്കാൻ കാരണം കംപ്ലീറ്റ് ജേർണി ആകുമ്പോൾ ഒരു വെലോസിറ്റി പെർട്ടിക്കുലർ വെലോസിറ്റി എറിഞ്ഞു, മുകളിൽ പോയി തിരിച്ച് എറിഞ്ഞ് അവിടെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0. അതുകൊണ്ടാണ് എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ചിലർക്ക് സംശയം, വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ മൈനസ് 2GS ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് സമയം വേണമല്ലോ. ഡിസ്പ്ലേസ്മെന്റും സമയമാണ് അവിടെ ക്ലബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് ഉപയോഗിക്കാൻ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം. സോ എസ് 0 ആണ്, യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ യു ടി ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ, u is equal to half gt or t is equal to 2u by g. അപ്പോൾ കംപ്ലീറ്റ് മോഷൻ കിട്ടിക്കഴിഞ്ഞു, അപ്വേർഡും കിട്ടിക്കഴിഞ്ഞു. ഇനി ഡൗൺവേർഡ് കിട്ടാൻ എളുപ്പമല്ലേ, കാരണം കംപ്ലീറ്റ് മോഷൻ അപ്വേർഡ് മൈനസ് ചെയ്താൽ പോരെ. സോ ഡൗൺവേർഡ് മോഷൻ, അപ്പോൾ t2 is equal to ടോട്ടൽ ടൈം മൈനസ് അപ്വേർഡ് മോഷൻ. സോ t2 എന്ന് പറയുന്നത് നമുക്കറിയാം 2u by g മൈനസ് u by g. 2u by g എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടൈം ആണ്. u by g എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ടൈം അപ്വേർഡ് മൈനസ് ചെയ്ത് നമുക്ക് ഡൗൺവേർഡ് കിട്ടും. സോ 2u by g മൈനസ് u by g അഗെയിൻ t2 ഈസ് u by g. അപ്പോൾ t1 u by g കിട്ടി, t2 u by g കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. മുകളിലേക്ക് പോകാൻ എടുക്കുന്ന സമയം തന്നെയാണ് താഴേക്ക് വരുന്നത്. അതാണ് അപ്വേർഡ് മോഷൻ ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് മോഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ടൈം ഓഫ് അസെന്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ്. സോ ഹെൻസ് t1 ഈക്വൽ ടു t2. അപ്പോൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്ത് മുകളിലേക്കുള്ള സമയം താഴേക്കുള്ള സമയം എന്താണ്? ഈക്വൽ ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. 2 balls are thrown simultaneously. A. Vertically upward with a speed of 20 meter per second from the ground, and B. Vertically downwards from the height 40 meter with the same speed and along the same line of motion. When and where they will meet or collide? ടേക്ക് ജി ഈക്വൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കണം, ജി 10 എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 10 എടുക്കാം, അല്ലെങ്കിൽ ഷുഡ് ബി 9.8. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ബോൾ ഒരുമിച്ച് എറിയണം. ഒന്ന് താഴേക്ക് എറിയുന്നു, ഒന്ന് മുകളിലേക്ക് എറിയാണ്, ഒരേ ലൈനിൽ ഒരേ സമയം. എങ്കിൽ ഈ രണ്ട് ബോൾസ് അല്ലെങ്കിൽ രണ്ട് ആപ്പിൾസ് എപ്പോഴാണ് എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യുക? വെൻ എന്ന് പറഞ്ഞാൽ എവിടെ, വേർ എപ്പോൾ. അപ്പോൾ ടൈമും ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്, മനസ്സിലായി കഴിഞ്ഞു. അതായത് ഒരു ബോൾ താഴേക്ക് എറിയാണ്, ഡ്രോപ്പ് ചെയ്യല്ല. കാരണം ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ യു ഈക്വൽ ടു 0 ആണ്. ശ്രദ്ധിക്കണം, ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ യു ഈക്വൽ ടു 0. ഇവിടെ ത്രോയിങ് ആണ്. അപ്പോൾ രണ്ടും എറിയലാണ്. ഒന്ന് താഴേക്ക് എറിഞ്ഞു, അതേ ലൈനിൽ എറിയുന്ന സമയത്ത് താഴ്ന്ന് മുകളിലേക്ക് എറിയാണ്. അപ്പോൾ രണ്ടും പോവും. എവിടെ വെച്ച് എപ്പോൾ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു, താഴ്ന്ന് മുകളിലേക്ക് പോകുന്നു, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ച് എന്ത് ചെയ്യുന്നു, അത് മീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്ത് കാണേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കാം, എക്സ് എന്ന ഡിസ്റ്റൻസ് കാണും. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരെയാണ് അത് മീറ്റ് ചെയ്ത് 40 മൈനസ് എക്സ് എടുക്കാൻ കാരണം അപ്പോൾ മൊത്തം ഹൈറ്റ് 40 ആണ്. അപ്പോൾ മുകളിലത്തെ ഡിസ്റ്റൻസ് 40 മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന അപ്വേർഡ് മോഷൻ, ഇത് രണ്ടായിട്ട് ചെയ്യാം. നമ്മൾ രണ്ട് ബോൾ, രണ്ട് ആപ്പിൾസ് ആണ്. അപ്പോൾ മുകളിലേക്ക് പോയത് അപ്വേർഡ്, താഴേക്ക് വന്ന് ഡൗൺവേർഡ്. അപ്പോൾ അപ്വേർഡ് മോഷനിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം യു ഇസ് ഈക്വൽ 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം. കാരണം പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ത്രോയിങ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഉപയോഗിക്കാൻ കാരണം നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റും ടൈമാണ് ആവശ്യം.
ഡിസ്പ്ലേസ്മെന്റ് ടൈമാണ് ആവശ്യം, നമുക്ക് യു അറിയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈമും യുവും കൂടി ക്ലബ് ചെയ്യുന്ന ഇക്വേഷൻ എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എസ് ആണ്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു എന്ന് പറയുന്നത് 20 ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈം, മുകളിലേക്ക് എടുക്കുന്ന ടൈം ടി ആക്കി എടുത്തു നമ്മൾ. സോ മൈനസ് 5t സ്ക്വയർ. 5t സ്ക്വയർ എടുക്കാൻ കാരണം ജി 10 ആണ്. സോ 10/2 5. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ 20t മൈനസ് 5t സ്ക്വയർ. ശ്രദ്ധിക്കണം, അപ്വേർഡ് മോഷൻ ആണ്. മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ബോളിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ഈ ആപ്പിൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ എക്സ് ദൂരം സഞ്ചരിച്ചു, അതിൻ്റെ വെലോസിറ്റി യു ആയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡൗൺവേർഡ് മോഷൻ. യു ഇസ് ഇക്വൽ ടു -20. -20 ആവാൻ കാരണം പറഞ്ഞു താഴേക്കാണ് ആപ്പിൾ വരുന്നത്. അപ്പോൾ വെലോസിറ്റി താഴേക്കാണ്. വെലോസിറ്റി എന്നൊരു വെക്റ്റർ ആണ്. അപ്പോൾ താഴേക്കാകുമ്പോൾ നെഗറ്റീവ്, മുകളിലേക്കാകുമ്പോൾ പോസിറ്റീവ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. സ്കൂൾസിൽ ചിലപ്പോൾ ഇത് ഈ രീതിയിലല്ല എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻസ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്തോളൂ. നമ്മൾ ജി എപ്പോഴും നെഗറ്റീവ് ആക്കി എടുക്കും. ചില സ്കൂൾസിൽ ജി നെഗറ്റീവ് പോസിറ്റീവ് ആക്കി എടുക്കും, മറ്റൊന്നും മാറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ജി ഓൾവേസ് നെഗറ്റീവ്, മറ്റൊരു മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം അതാണ് ആക്ച്വൽ കൺസെപ്റ്റ്. അപ്പോൾ യു ഈ സെക്കൻഡ് കേസിൽ -20 എടുക്കാൻ കാരണം രണ്ടാമത്തെ ബോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആപ്പിൾ മോളും താഴേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യു ഇസ് ഇക്വൽ ടു -20 മീറ്റർ പെർ സെക്കൻഡ് എടുക്കാൻ കാരണം. സെക്കൻഡ് യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എന്ന് പറയുന്നത് -40 മൈനസ് എക്സ് ആവാൻ കാരണം ഈ ഡിസ്റ്റൻസ് 40 മൈനസ് എക്സ് ആണ്. പക്ഷേ താഴേക്കായതുകൊണ്ട് മൈനസ് വന്നു. ഇനി അഗെയിൻ -20 എടുക്കാൻ കാരണം യു ഇസ് ഇക്വൽ ടു -20 ആണ്. ദെൻ ഹാഫ് ജി, ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 10, ദറ്റ് ഈസ് 5t സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. -40 plus x is equal to -20t minus 5t square, or we can write 40 minus x is equal to 20t plus 5t square. Equation number 2 and equation number 1. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് എക്സും ടി ആണ് വേണ്ടത്. രണ്ട് ഇക്വേഷൻസ്, രണ്ട് അൺനോൺ വേരിയബിൾസ്. ഇപ്പോൾ സോൾവ് ചെയ്താൽ മതി. സോ വി ഹാവ് ടു ഇക്വേഷൻ. എക്സ് ഇസ് ഇക്വൽ 20t മൈനസ് 5t സ്ക്വയർ ആൻഡ് 40 മൈനസ് എക്സ് ഇസ് ഇക്വൽ 20t പ്ലസ് 5t സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടി 40 എക്സ് പ്ലസ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. 20t പ്ലസ് 20t, ദറ്റ് ഇസ് 40t മൈനസ് 5t സ്ക്വയറും പ്ലസ് t 5t സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. സോ 40 equal to 40t or t equal to 40/40, that is equal to 1 second. അപ്പോൾ 1 സെക്കൻഡ് ടൈം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വെൻ ടൈം കിട്ടിക്കഴിഞ്ഞു വേർ വേണം. അപ്പോൾ വേറെ ഒരു കാര്യം ചെയ്യാം. എക്സ് ഇസ് ഇക്വൽ 20t മൈനസ് 5t സ്ക്വയറിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇക്വേഷൻ ബിക്കം എക്സ് ഇസ് ഇക്വൽ 20 into 1 minus 5 into 1 square. It become x is equal to 20 minus 5. So x is equal to 15 meter. അപ്പോൾ നമുക്ക് എക്സും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി പറയാം, hence two ball will collide after 1 second at the height of 15 meter from the ground. അതായത് ഒബ്ജക്റ്റ് എറിഞ്ഞതിന് ശേഷം 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഉടൻ അത് കൊളൈഡ് ചെയ്യും. ആ കൊളൈഡ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 15 മീറ്റർ അകലെയായിരിക്കും ആ പൊസിഷൻ. അപ്പോൾ ഇതാണ് വെൻ ആൻഡ് വേർ ദേ വിൽ മീറ്റ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചതാണ്. പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് ആർക്ക് ചോദിച്ചപ്പോൾ 40 എന്നൊരു ആൻസർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വൈ വേണ്ടി ചെയ്യണം. അപ്പോൾ എക്സാക്ട് ആൻസേഴ്സ് വരില്ല, ആൻസേഴ്സ് ഇക്വേഷൻ ഫോമിലേ വരുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്പ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ ആൻഡ് ഇറ്റ് covers 24.5 meter in its last second. Find the height of the tower. ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. അവസാന സെക്കൻഡിൽ 24.5 മീറ്റർ സഞ്ചരിച്ചു എങ്കിൽ ആ ടവറിൻ്റെ ഹൈറ്റ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു, കല്ല് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞ് സെക്കൻഡുകൾ കഴിയാണ്. പക്ഷേ അവസാന സെക്കൻഡിൽ 24.5 സഞ്ചരിച്ചുവെങ്കിൽ ആ ടവറിൻ്റെ ഹൈറ്റ് എന്നാണ്. ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എസ് ഇസ് ഇക്വൽ യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ ആണ് നമ്മൾ നോർമലി ഹൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. പക്ഷെ ഇവിടെ നമുക്ക് ടൈം അറിയില്ല. അപ്പോൾ ആദ്യം ടൈം കാണണം. അതിനുവേണ്ടി നമ്മൾ എസ് എൻ ഉപയോഗിക്കുന്നു, യു മൈനസ് ജി ഇൻറ്റു എൻ മൈനസ് ഹാഫ്. അപ്പോൾ എസ് എൻ തന്നിട്ടുണ്ട് അവർ, ദാറ്റ് ഇസ് -24.5. ശ്രദ്ധിക്കുക, -24.5 എടുക്കാൻ കാരണം ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ്, താഴേക്കാണ് വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും താഴേക്കാണ്. അതുകൊണ്ടാണ് -25.4 എടുക്കാൻ കാരണം. ഇസിക്കൽ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ 0 ആകാൻ കാരണം ഡ്രോപ്പിംഗ് കേസാണ്. അപ്പോൾ ഡ്രോപ്പിംഗ് ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. മൈനസ് ജി 9.8 എടുക്കാൻ കാരണം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ 9.8 എൻ മൈനസ് ഹാഫ്. അപ്പോൾ ഈ 24.5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് nth സെക്കൻഡ്, അതായത് ലാസ്റ്റ് സെക്കൻഡ് കിട്ടും, അതായത് n കിട്ടും. n കിട്ടിയ എന്താ ലാസ്റ്റ് സെക്കൻഡ് കിട്ടിയതിൻ്റെ അർത്ഥം എന്താണ്? ആ കല്ല് എത്ര സമയം സഞ്ചരിച്ചു എന്ന് കിട്ടും നമുക്ക്. അതായത് -24.5 എന്ന് പറയുന്നത് അവസാന സെക്കൻഡാണ്.
അതായത് 5 സെക്കൻഡിൽ സഞ്ചരിച്ചാൽ നമുക്ക് n 5 കിട്ടുക. ഇനി 3 സെക്കൻഡ് n = 5 3 കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ടൈം കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് -24.5 ഡിവൈഡ് ബൈ -9.8 is equal to 9 minus half. So it is 2.5 equal to n minus half, or 2.5 is equal to n minus 0.5. So n is equal to 2.5 plus 0.5, that is equal to 3. അപ്പോൾ നമുക്ക് കിട്ടിയത് 3 സെക്കൻഡ് ആണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അപ്പോൾ ടോട്ടൽ ടൈം 3 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞു. u is 0 ആണ്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? s is ut minus half gt square. So s is equal to u എന്ന് പറയുന്നത് 0 ആണ്, 3 ആണ് ടൈം, ഹാഫ് 9.8 into 3 square. So it become s is equal to minus 4.9 into 9. So it become s is equal to minus 44.1 meter. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ശ്രദ്ധിക്കണം, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. മൈനസ് വരാൻ കാരണം കല്ല് എവിടെ നിന്നാണ് ഇട്ടിരിക്കുന്നത്? മോളും താഴേക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് നമ്മൾ ആക്ച്വലി എവിടെ നിന്നാണ് അളന്നിരിക്കുന്നത്? മോളും താഴേക്ക് അളന്നിരിക്കുന്നത്. ഹൈറ്റ് എപ്പോഴും എങ്ങനെ അളക്കേണ്ടത്? താഴ്ന്ന് മുകളിലേക്കാണ് അളക്കുന്നത്. അപ്പോൾ താഴ്ന്ന് മുകളിലേക്ക് അളക്കുമ്പോൾ അത് പ്ലസ് ആയി വരും, പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് അളക്കുമ്പോൾ അത് മൈനസ് ആയി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദിച്ചിരുന്നത് ഹൈറ്റ് ആണ്, ഹൈറ്റ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 44.1 മീറ്റർ. പക്ഷേ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് -44.1 ആണ്. കാരണം നമ്മൾ കല്ല് വന്നിരിക്കുന്നത് താഴേക്കാണ്, അപ്പോൾ അളന്നിരിക്കുന്നത് താഴേക്ക് അളന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് -44.1 എഴുതാൻ കാരണം. പക്ഷേ ആൻസർ എടുത്ത് കഴിയുമ്പോൾ 44.1 പോസിറ്റീവ് ആക്കാൻ കാരണം ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് സ്കെയിലർ ആണ്, അതിന് പോസിറ്റീവ് വാല്യൂസ് വരുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് വരില്ല. അപ്പോൾ ഇത്ര പ്രോബ്ലംസ് ആണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തത്. നമ്മൾ അവസാനം കുറച്ചുകൂടി ട്രിവിയൽ ആയ പ്രോബ്ലംസിലേക്ക് പോകും. ബേസിക് ആയ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഇക്വേഷൻസ് ആണ് ചെയ്തത്. അപ്പോൾ എക്സാമിന് ആവശ്യമുള്ള അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഇക്വേഷൻ ആണ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന ഡാറ്റാസ് എടുത്തെഴുതുക, ഏതാണോ കാണേണ്ടത് അതും എടുത്തെഴുതിക്കാൻ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക, ആ ഇക്വേഷൻ ചൂസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനെക്കാളും ഇതുപോലുള്ള കൺസെപ്ഷ്യൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, feel free ask through comments. Thank you for watching. Thank you.